അഹമ്മദാബാദ് വിമാന ദുരന്തത്തിന്റെ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് ഇപ്പോൾ പുറത്തുവരുന്നു. എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോയുടെ അന്വേഷണ റിപ്പോർട്ടിലെ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. വിമാനം ടേക്ക് ഓഫ് ചെയ്ത് സെക്കൻഡുകൾക്കുള്ളിൽ 2 എഞ്ചിനുകളും പ്രവർത്തനരഹിതമായി എന്നാണ് ഈ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത്. 32 സെക്കൻഡ് മാത്രമാണ് വിമാനം പറന്നത്. അട്ടിമറിക്ക് തെളിവില്ലെന്നും റിപ്പോർട്ടിൽ പറയുന്നു. 24 ബിഗ് ബ്രേക്കിംഗ്. ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നത് ആർ അച്യുതനാണ്. ക്രിസ്റ്റിന ഉന്മേഷ്, ഈ അപകടം നടന്ന് കഴിഞ്ഞ ജൂൺ 12-നാണ് ഈ അപകടം നടന്നത്. ഈ അപകടം നടന്ന് കൃത്യം 1 മാസം തികയുമ്പോഴാണ് ഈ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് ഇപ്പോൾ വ്യോമയാന മന്ത്രാലയം അവരുടെ അന്വേഷണ ബ്യൂറോ ആയിട്ടുള്ള എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ പുറത്തുവിട്ടിരിക്കുന്നത്. അതിൽ പ്രാഥമിക അന്വേഷണത്തിലെ കണ്ടെത്തലുകൾ മാത്രമാണ് നിലവിൽ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. പക്ഷേ ഇതിനൊരു വിശദമായ ഒരു അന്വേഷണം നടക്കുന്നുണ്ട് എന്നതുകൂടി ഈ റിപ്പോർട്ടിന്റെ ഒടുവിൽ, അതായത് 15 പേജുകളുള്ള റിപ്പോർട്ടിൽ ഒടുവിൽ ഏറ്റവും അവസാനത്തെ പേജിൽ ആ ഒരു വരി കൂടി ഉൾപ്പെടുത്തുന്നുണ്ട്. വിശദമായ അന്വേഷണം ഇപ്പോഴും പുരോഗമിക്കുകയാണ്. നിലവിൽ പുറത്തു വന്നിരിക്കുന്ന വിവരം അനുസരിച്ചാണെങ്കിൽ ഈ വിമാനം ടേക്ക് ഓഫ് ചെയ്ത് തൊട്ടടുത്ത നിമിഷം തന്നെ ഈ വിമാനത്തിന്റെ 2 എഞ്ചിനുകളും പ്രവർത്തനരഹിതമായി എന്നതാണ് നിലവിലെ റിപ്പോർട്ടിൽ പറയുന്നത്. അതിന് കാരണമായത് ഈ എഞ്ചിനിലേക്കുള്ള ഇന്ധന ഒഴുക്ക് നിയന്ത്രിക്കുന്ന ഇന്ധന നിയന്ത്രണ സ്വിച്ചുകൾ അത് രണ്ടും ഓഫായി. അതായത് പൈലറ്റുമാർ അല്ലെങ്കിൽ അവരുടെ ഏതെങ്കിലും അശ്രദ്ധ മൂലം ഉണ്ടായതല്ല എന്നത് ഈ കോക്പിറ്റ് ഓഡിയോ പരിശോധിക്കുമ്പോൾ മനസ്സിലായിട്ടുണ്ട് എന്നത് ഈ AIBയുടെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്.